നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വിവിധ കേന്ദ്രങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പന്തം കൊളുത്തി പ്രകടനം. സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് നേതാക്കൾ. ഷൊർണൂർ RMS ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. 7.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള കാര്യാലയം തിങ്കളാഴ്ച പൂട്ടും. മുഴുവൻ സ്ഥിരം ജീവനക്കാരെയും തിരൂർ, പാലക്കാട് RMS ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി. ദിവസവേതനക്കാരെ പിരിച്ചുവിട്ടു. ഷൊർണൂർ നഗരസഭ കേരളോത്സവം തുടരുന്നു. 2ാം ദിനത്തിൽ ആവേശമായി ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കം. രചനാ മത്സരങ്ങളും ഇന്ന്. മണ്ണൂരിൽ ആവേശം നിറച്ച് ഫൈവ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ. വാർത്തകൾ വിശദമായി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. അമ്പലപ്പാറയിൽ നടന്ന പ്രകടനത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധമിരമ്പി. പ്രകടനത്തിന് ശേഷം നടന്ന വിശദീകരണ യോഗം മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 5ാമത്തെ പ്രാവശ്യമാണ് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് വർദ്ധിപ്പിച്ചത്. 3ാമത്തെ പ്രാവശ്യം വെള്ളത്തിൻ്റെ ചാർജ് വർദ്ധിച്ചു. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. മണ്ഡലം പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K. കബീർ, KC അബ്ദുൾ റഹ്മാൻ, K. സുരേന്ദ്രനാഥ്, KA ബഷീർ, P. സൂര്യനാരായണൻ, K. ശശികുമാർ, MP മുജീബ് റഹ്മാൻ, അബ്ദുൽ ഖാദർ, K. സുരേഷ്, P. സേതുമാധവൻ, TP കൃഷ്ണകുമാർ, K. കുഞ്ഞിമുഹമ്മദ്, ഷാജി, P. ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പട്ടാമ്പി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണാ സമരവും സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം കോൺഗ്രസ് നേതാവ് KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം രൂപ തട്ടിയെടുത്ത് CPMന്റെ യൂണിയനുകളാക്കി ആ യൂണിയനുകളിൽ നിന്നും ലവി പിരിച്ച് അതിന് വരുന്ന ബാധ്യതകളെ വീണ്ടും ജനങ്ങളുടെ ചുമലിൽ കറണ്ട് ചാർജ് വർധനയായിട്ട് വീണ്ടും തള്ളുകയാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഓണം പെരുന്നാൾ സീസണിൽ സിവിൽ സപ്ലൈസ് വകുപ്പിൽ മാവേലി സ്റ്റോറുകളിൽ ഒരു പലവ്യഞ്ജന സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുത്തക മുതലാളിമാർക്ക് അരിയും പലവ്യഞ്ജനങ്ങളും പരിപ്പുകളും ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പ്, കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് തന്നെ എല്ലാ പലചരക്ക് സാധനങ്ങൾക്കും വില വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഞാനും ബഷീറൊക്കെ പട്ടാമ്പി നഗരസഭയുടെ കൗൺസിലർമാരാണ്. അവിടെയൊക്കെ ഓരോ വീടുകളിലും എല്ലാ വർഷവും 5% നികുതി വർദ്ധിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു 15 കൊല്ലം നികുതി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടമെടുത്ത് കെട്ടിയ വീട് വിറ്റ് സർക്കാരിലേക്ക്, പഞ്ചായത്തിലേക്ക് നികുതി അടയ്ക്കേണ്ട സ്ഥിതിയിലാണ്. ധർണാ സമരത്തിൽ ഉമ്മർ കീഴായൂർ അധ്യക്ഷത വഹിച്ചു. ജിതേഷ് മൊഴിക്കുന്നം, K. ബഷീർ, P. കുട്ടിയാഹു, K. സൈദലവി, C. ഹനീഫ മാനു, TP മുഹമ്മദ്, P. മുഹമ്മദ് ഹനീഫ, മുനീർ, K. മൻസൂർ, ഷൗക്കത്ത് അലി, ഷിഹാബ്, പ്രകാശൻ കൊടലൂർ, K. പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 7.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഷൊർണൂർ RMS ഓഫീസ് ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. കേരളത്തിലെ ആദ്യ RMS ഓഫീസായ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ അവസാനിപ്പിക്കാനാണ് അധികാരികളുടെ ഉത്തരവ്. മലബാറിന്റെ കവാടമെന്നറിയപ്പെടുന്ന ഷൊർണൂരിൽ 75 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച RMS ഓഫീസാണ് ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്. തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അധികാരികൾ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. മുഴുവൻ ജീവനക്കാരെയും തിരൂർ, പാലക്കാട് RMS ഓഫീസുകളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ദിവസവേതനക്കാരായ 30 തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്തു. സബ് റിക്കാർഡ് ഓഫീസർ അടക്കം ചുരുക്കം ചിലരെ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. ഫർണിച്ചർ തുടങ്ങിയ സ്റ്റോക്ക് മാറ്റിയാലുടൻ ഇവരെയും സ്ഥലം മാറ്റും. പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് വരുന്ന തപാൽ ബാഗുകൾ നേരെ പാലക്കാട്, തിരൂർ ഓഫീസുകളിൽ എത്തിക്കാനും തിരിച്ചുമുള്ള സംവിധാനങ്ങൾ അധികാരികൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഷൊർണൂർ RMS ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന 24 മണിക്കൂർ സമയ ബുക്കിംഗ് കൗണ്ടർ അടച്ചുപൂട്ടി. സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, സ്കൂളുകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നു. ബിസിനസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയിൽ കേരളത്തിൽ തന്നെ 1ാം സ്ഥാനമായിരുന്നു ഷൊർണൂർ RMSന്. ഒരു ജില്ലയിൽ ഒരു ഓഫീസ് മതിയെന്ന നിലപാടും റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ഓഫീസുകൾ ഒഴിവാക്കുക എന്ന നയവുമാണ് ഷൊർണൂർ RMSന്റെ നിലനിൽപ്പിന് പ്രതികൂലമായത്. ഷൊർണൂരിൽ RMS ഓഫീസ് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർന്നുവന്നെങ്കിലും നിലപാടിൽ നിന്ന് അധികാരികൾ വ്യതിചലിച്ചില്ല. ഇതോടെ 7.5 പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യമുള്ള
ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനം ഷൊർണൂരിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. ഷൊർണൂർ RMS ഇനി ചരിത്രത്തിൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ കേരളോത്സവത്തിന്റെ 2ാം ദിനത്തിൽ ആവേശമായി ഫുട്ബോൾ. KVR ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഞായറാഴ്ച രാവിലെ 7 മണിക്കാണ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചത്. തിരൂർ മൊബൈൽസിന്റെ നാറാച്ചി FCയും AVSKL കോഴിപ്പാറയും തമ്മിലായിരുന്നു കേരളോത്സവത്തിലെ ഉദ്ഘാടന മത്സരം. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, മോർണിംഗ് സ്റ്റാർ ക്ലബ് അംഗം മുസ്തഫ കുളപ്പുളി, ജോയിന്റ് കൺവീനർ K ഗിരിജകുമാരി എന്നിവർ ഫുട്ബോൾ ടീമുകളെ പരിചയപ്പെട്ടു. നഗരസഭാ ഓഫീസിൽ രാവിലെ 10 മണിക്ക് രചനാ മത്സരങ്ങൾ ആരംഭിച്ചു. ഫുട്ബോൾ മത്സരങ്ങൾ തിങ്കളാഴ്ചയും തുടരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർധന കുടുംബത്തിനായുള്ള ഗൃഹനിർമ്മാണത്തിൽ പങ്കാളികളായി പത്തിരിപ്പാല സദനം കോളേജിലെ NSS വിദ്യാർത്ഥികൾ. ലക്കിടി AJB സ്കൂളിലെ നിർധന വിദ്യാർത്ഥിക്കായി ലക്കിടി റെയിൽവേ ഗേറ്റിന് സമീപം ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് കോളേജിലെ 20ഓളം വിദ്യാർത്ഥികൾ പങ്കാളികളായത്. വീടിന് പെയിന്റ് അടിച്ചു നൽകിയും ശുചീകരിച്ചു നൽകിയുമാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ലക്കിടി AJB സ്കൂളിൽ പഠിക്കുന്ന നിർധന വിദ്യാർത്ഥിക്കു വേണ്ടിയാണ് ലക്കിടി റെയിൽവേ ഗേറ്റിന് സമീപം കിടപ്പാടം ഒരുക്കുന്നതെന്ന വിവരം കേട്ടറിഞ്ഞാണ് വിദ്യാർത്ഥികൾ എത്തിയത്. കോർഡിനേറ്റർ ഡോക്ടർ കുര്യൻ, റംസീൽ എന്നിവരുടെ നേതൃത്വത്തിൽ 20ഓളം വിദ്യാർത്ഥികളും 2 അധ്യാപകരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഒരു വീടിന്റെ സന്നദ്ധ പ്രവർത്തകർ ചെയ്തു കൊടുക്കുന്ന ഒരു വീടിന്റെ പെയിന്റിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിലൊരു സേവനമാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ NSSന്റെ സദനകുമാരൻ കോളേജിലെ NSSന്റെ യൂണിറ്റിന് സാധിച്ചു എന്നതിൽ വളരെ നന്ദിയുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു നന്ദി കൂടെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലക്കിടി AJBSലെ അധ്യാപികയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സാജിദയുടെ നേതൃത്വത്തിൽ അഭയം ജിദ്ദ വനിതാ കൂട്ടായ്മയും ചേർന്നാണ് നിർധന കുടുംബത്തിന് കിടപ്പാടം നിർമ്മിച്ചു നൽകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. NSSന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്തു. ഒരുമിച്ച് നല്ല രീതിക്കാണ് ഇത് ചെയ്തത്. അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും സഹകരണത്തോടു കൂടി ഇങ്ങനൊരു ഇതിന് വന്നതിന് എല്ലാവരും നന്ദി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിൽ FC മണിയറ ക്ലബിന്റെ 9ാമത് ഫൈവ്സ് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് നടന്നു. മങ്കര സ്റ്റേഷൻ SI ഉദയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഓരോ കളികളും സ്പോർട്സ്, ആർട്സ് ആൻഡ് സ്പോർട്സ് എല്ലാ സംഭവങ്ങളും ഇതുപോലെ ഇപ്പോഴും നടത്തി വരാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. നമ്മുടെ കുരുന്ന പ്രതിഭകൾക്ക് വളരാനും അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള കളിക്കാരായി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ ലെവലിലുള്ള ചെറിയ തുടക്കത്തിൽ നിന്ന് തുടങ്ങി നല്ല ഇൻ്റർനാഷണൽ ലെവലിലുള്ള കളിക്കാരായി നമ്മുടെ കുരുന്ന പ്രതിഭകൾ വളരട്ടെ. ക്ലബ് മെമ്പറും ഇസ്ഹാഖ് ബറ്റാലിയൻസ് കമ്പനിപ്പടി ക്ലബിന്റെ നെടും തൂണുമായിരുന്ന മഹേഷിന്റെ ആകസ്മിക വേർപാടിൽ മൗനപ്രാർത്ഥനയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. SJN നജീബ് അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത മുഖ്യാതിഥിയായി. ചടങ്ങിൽ വെച്ച് സംസ്ഥാന തലത്തിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഒരാമ്പള്ളം വീട്ടിൽ നജവയെ ക്ലബ് മെമ്പർ മുജീബ് അനുമോദിച്ചു. കൂടാതെ നഗരിപ്പുറം സഹകരണ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഡയറക്ടർ വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന ക്ലബ് രക്ഷാധികാരി SJN നജീബിനെ ക്ലബ് പ്രസിഡന്റ് ഫാറൂഖ് അനുമോദിച്ചു. 22 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ മണ്ണൂർ കൊട്ടക്കുന്ന് സോക്കർ സിറ്റി ക്ലബ് വിന്നേഴ്സും സീനിയർ സോക്കർ സിറ്റി ടീം റണ്ണേഴ്സപ്പുമായി വാർഡ് മെമ്പർമാരായ ഷഫീന നജീബ്, A ഹുസൈൻ ഷഫീഖ്, TH ആസിഫ്, ഉണ്ണി, അബൂ താഹിർ പീടികയിൽ, ഹമീദ് അത്തിക്കൽ, ഷരീഫ്, അൽതാഫ്, സിറാജ്, ദിനിൽ, അഷ്റഫ്, ഉമറുൽ ഫാറൂഖ്, സജീദ്, ബായിസ്, ഫാസിൽ, വിവിധ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി. മോഡലായ താരണി കലിംഗരായരാണ് വധു. ഗുരുവായൂർ അമ്പലനടയിലായിരുന്നു വിവാഹം. 4 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് നടൻ കാളിദാസ് ജയറാം താരണി കലിംഗരായരുടെ കഴുത്തിൽ മിന്നുചാർത്തിയത്. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ നടയിൽ രാവിലെ 7:30-നും 7:45-നും മധ്യേയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം. ക്ഷേത്രം കൊടിമരത്തിന് മുന്നിലായി ക്രമീകരിച്ചിരുന്ന വിവാഹ മണ്ഡപത്തിൽ വെച്ച് കാളിദാസ് ജയറാം താരണി കലിംഗരായരെ തുളസിഹാരം അണിയിച്ച് ജീവിതസഖിയാക്കുകയായിരുന്നു. മാതാപിതാക്കളായ ജയറാമും പാർവതിയും കാളിദാസിൻ്റെ സഹോദരി മാളവിക ജയറാമും പ്രാർത്ഥനകളോടെ വധൂവരന്മാരെ അനുഗ്രഹിച്ചു. മണ്ഡപത്തിനുള്ളിൽ അഗ്നിയെ വലം വച്ച ശേഷം വധൂവരന്മാർ പുറത്തേക്കിറങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ
വധൂവരന്മാർക്ക് വിവാഹ മംഗളാശംസകൾ നേർന്നു. 11-ാം തീയതി ബുധനാഴ്ച ചെന്നൈയിലാണ് വിവാഹ സൽക്കാരം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൂതന്നൂർ സർക്കാർ LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB സജിത പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, പഠനത്തിന്റെ കാര്യത്തിലായിരിക്കും, പുസ്തകങ്ങളായാലും എല്ലാത്തിനും വ്യത്യാസം വന്നു. പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാവരും ഫോണിലാണ്, ഡിജിറ്റൽ യുഗത്തിലാണ് എല്ലാവരും, നമ്മളെല്ലാവരും തന്നെ. അതിന് നല്ലതായ വശങ്ങളുമുണ്ട്, കുറച്ച് ദോഷമുണ്ട്. പക്ഷെ നല്ലതായ വശങ്ങൾ പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിൻ്റെ ആളുടെ ഇതനുസരിച്ചിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികളിൽ ഇനി വരുന്ന അസുഖങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള അസുഖങ്ങളായിരിക്കും ഇനി കൂടുതലായിട്ട് വരിക. വാദംഗം PV രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വയോധികരായ പൂർവ്വ വിദ്യാർത്ഥികളെ ഉപഹാരവും പൊന്നാടയും അണിയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത ആദരിച്ചു. കുട്ടൻകാട് നാണിയമ്മ, കുട്ടത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ, വിശ്വനാഥൻ കിഴക്കേപ്പുര, രാജൻ, രാമാണ്ടി പട്ടത്തൊടി, രാമകൃഷ്ണൻ കുന്നുംപുറം, വേലായുധൻ കിഴക്കുമുറി തുടങ്ങി 7 പേരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ വെച്ച് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. പ്രധാന അധ്യാപിക K വസന്ത, പഞ്ചായത്ത് അംഗം CK കുഞ്ചൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൺവീനർ PC പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ ഒട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുഴൽമന്ദം BRCയുടെ ആഭിമുഖ്യത്തിൽ കോട്ടായി സർക്കാർ ഹൈസ്കൂളിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ വിഷയങ്ങളെ നമ്മളൊക്കെ അറിയുന്നത് പോലെ ഒരു സമൂഹത്തിന്റെ പൊതുവായ വളർച്ച എന്ന് നാം സങ്കല്പിക്കുമ്പോൾ ആ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഒരുപോലെ കാണാനും കുറെ അധികമായി സഹായം ആവശ്യപ്പെടുന്ന വിഭാഗമാണെങ്കിൽ അവർക്കതനുസരിച്ച് കൊണ്ടുള്ള സഹായം ചെയ്തുകൊണ്ടു. ജില്ലാ പഞ്ചായത്ത് അംഗവും BRC BPCയുമായ അഭിലാഷ് തച്ചങ്കാട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി, കോട്ടായി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VK കൃഷ്ണലീല, കോട്ടായി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക VD ബിന്ദു എന്നിവർ സംസാരിച്ചു. കുഴൽമന്ദം BRC സ്പെഷ്യൽ വിദ്യാഭ്യാസ പരിശീലക TP പ്രിയങ്ക പ്രിയദർശിനി സ്വാഗതവും BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ N നിശാന നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വൈവിധ്യങ്ങളായ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകനും 4 പതിറ്റാണ്ടോളം കാലം മാനേജറും ഹെഡ്മാസ്റ്ററുമായിരുന്ന KV രാധാകൃഷ്ണൻ മാസ്റ്ററുടെ 34ാം ചരമവാർഷികം തിങ്കളാഴ്ച നടക്കും. പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്കുള്ള മെമ്മോറിയൽ അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകനും 4 പതിറ്റാണ്ടോളം കാലം മാനേജറും ഹെഡ്മാസ്റ്ററുമായിരുന്ന KV രാധാകൃഷ്ണൻ നായർ മാസ്റ്ററുടെ 34ാം ചരമവാർഷികമാണ് ഡിസംബർ 9-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുക. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് മാറ്റാംതടം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ V ജയകൃഷ്ണൻ, മുൻ MLA CP മുഹമ്മദ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ P മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തും. KV രാധാകൃഷ്ണൻ നായർ മാസ്റ്റർ മെമ്മോറിയൽ പുരസ്കാര വിതരണം ചടങ്ങിൽ മാനേജർ PN പ്രസാദ് നിർവഹിക്കുമെന്നും സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അനുസ്മരണ സമ്മേളനം വളരെ വിപുലമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ട് 9-ാം തീയതി നടത്തുമ്പോൾ അതിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും പങ്കാളിത്തം, സഹകരണം അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, മാനേജർ VN പ്രസാദ്, നസീം മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും.
വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വിവിധ കേന്ദ്രങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പന്തം കൊളുത്തി പ്രകടനം. സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് നേതാക്കൾ. ഷൊർണൂർ RMS ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. 7.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള കാര്യാലയം തിങ്കളാഴ്ച പൂട്ടും. മുഴുവൻ സ്ഥിരം ജീവനക്കാരെയും തിരൂർ, പാലക്കാട് RMS ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി. ദിവസവേതനക്കാരെ പിരിച്ചുവിട്ടു. ഷൊർണൂർ നഗരസഭ കേരളോത്സവം തുടരുന്നു. 2ാം ദിനത്തിൽ ആവേശമായി ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കം. രചനാ മത്സരങ്ങളും ഇന്ന്. മണ്ണൂരിൽ ആവേശം നിറച്ച് ഫൈവ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.